കത്തോലിക്ക സ്ത്രീകൾ കാക്കാച്ചക്കന്മാരുടെ കൂടെ പോകുവാൻ കാരണമെന്ത്? ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കാര്യമെടുത്താലും ഇസ്ലാം മതവിശ്വാസികളുടെ കാര്യമെടുത്താലും ഇവിടെയെല്ലാം ഒരു 3 തലമുറയ്ക്ക് മുമ്പ് ഇവിടെയുള്ള തദ്ദേശീയരായ ഹൈന്ദവർ മാമോദിസ മുങ്ങിയവരോ അല്ലെങ്കിൽ തുമ്പിക്കൈയുടെ തുമ്പ് വെട്ടിയവരോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും പൂർവികർ റോമ സാമ്രാജ്യത്തിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ പാലസ്തീനിൽ നിന്നോ വന്നവരാണോ? അല്ല. അതുപോലെ ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുടെ പൂർവികരെല്ലാം അറേബ്യൻ പെനിൻസുലയിലുള്ള ഹിജാസിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ വന്നവരാണോ? അല്ല. അവരെല്ലാം തദ്ദേശീയരായ ഹൈന്ദവ വിശ്വാസികളായിരുന്നു. പല പല കാരണങ്ങളാൽ അവരിൽ ചിലർ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളായി, മറ്റു ചിലർ തുമ്പുവെട്ടി ഇസ്ലാമായി. മുങ്ങാനും അറ്റം വെട്ടുവാനും ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ. ഞാനിത് പറയുവാൻ കാരണം കത്തോലിക്ക സഭയിലെ ചില കാസക്കുട്ടന്മാർ അഥവാ ചാണകന്തേരികൾ ഇവിടെ കിടന്ന് അയ്യോ ലവ് ജിഹാദ് ഉണ്ടേ, കാക്കച്ചക്കന്മാർ ക്രിസ്ത്യാനി പെൺപിള്ളാരെ മതം മാറ്റി അടിച്ചുകൊണ്ട് പോകുന്നേ എന്ന് പറഞ്ഞ് വീണ്ടും നിലവിളിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. നീയൊക്കെ പിന്നെ എന്തിനാടാ നാടൻ കെട്ടവന്മാരെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത്? നിന്നെ കൊണ്ടൊന്നും കഴിവില്ലാഞ്ഞിട്ടല്ലേ നിന്റെ പെണ്ണുങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കണോ? ചോദിക്കാൻ പാടില്ല. പാലാ ബിഷപ്പ് ലവ് ജിഹാദ് ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അതിന് കാര്യമായ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടായിപ്പോയത് നേരെ ഉൾട്ടയായിരുന്നു. ക്രിസ്ത്യൻ ജിഹാദിന്റെ തെളിവുകളായിരുന്നു കിട്ടിയത്. ടോമി എന്ന കത്തോലിക്കൻ നിമിഷപ്രിയയെ മതം മാറ്റി വിവാഹം കഴിച്ച് യമനിലെ സനയിൽ തലാൽ അബ്ദുൽ മഹദി എന്ന ഈ മുസ്ലിം യുവാവിനെ വീണ്ടും വിവാഹം കഴിക്കുകയും അവനെ കൊന്നു 100 പീസാക്കി വാട്ടർ ടാങ്കിലിട്ട കേസിൽ വധശിക്ഷയ്ക്ക് ഇപ്പോൾ വിധിക്കപ്പെട്ട് കഴിയുകയാണ് നിമിഷപ്രിയ എന്ന കത്തോലിക്കത്തി എന്ന യാഥാർത്ഥ്യം മറന്നാണ് കത്തോലിക്ക പാദ്രിമാർ ഇപ്പോൾ വീണ്ടും ലവ് ജിഹാദ് എന്ന നിലവിളിയുമായി ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ കത്തോലിക്കനായ മാർട്ടിൻ ഫൗസി ഉമ്മറിനെ വിവാഹം കഴിച്ച് 3 കുട്ടികളെ ഉണ്ടാക്കി മറ്റൊരു മുസ്ലിം സ്ത്രീയെയും കൊണ്ട് ഇപ്പോൾ നാട് വിട്ടുപോയി. ആ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണെന്നും പറഞ്ഞ് ITV ന്യൂസ് വാർത്ത നൽകിയപ്പോൾ ITV ന്യൂസ് പ്രേക്ഷകരാണ് ലക്ഷങ്ങൾ നൽകി ആ കുടുംബത്തെ ജപ്തിയിൽ നിന്നും രക്ഷിച്ചത്. ഇതുപോലെ എല്ലാ പള്ളികളിലും അഫിഡവിറ്റ് എഴുതി വാങ്ങി ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റി കല്യാണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നുപോയാണ് ഈ പാതിരി പാമ്പുകൾ വീണ്ടും വർഗീയ വിഷം വമ്മിപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത 21-കാരി സോന എൽദോസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അവളുടെ കാമുകൻ റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കാമുകനായ റമീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യണം, മാതൃകാപരമായി ശിക്ഷിക്കണം. അതിന് യാതൊരു സംശയവുമില്ല. അതിന് ഇവിടെ നിയമ സംവിധാനവും കോടതിയുമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കത്തോലിക്ക സഭ ആവശ്യമില്ലാതെ അമിതാവേശം കാണിക്കുകയാണ്. സംഘപരിവാർ സംഘടനകളുടെ ചട്ടുകമായി മാറിപ്പോയ കത്തോലിക്ക സഭയിലെ ഗതികെട്ട ബിഷപ്പന്മാരുടെ ചാവേർ ആക്രമണമാണ് ഇതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. ഈ ചാണകക്കുഴിയിൽ വീണുപോയ കത്തോലിക്ക സഭയിലെ കുത്തിത്തിരിപ്പുകാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരാണിനോ പെണ്ണിനോ ആരെയും ഏത് മതത്തിൽപ്പെട്ടവരെയും പ്രേമിക്കാം, ഇഷ്ടപ്പെടാം, വിവാഹം കഴിക്കാം, പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാം. ഇതിൽ മാതാപിതാക്കളോ സഭയോ കൊണ്ടിതപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ നാണംകെട്ട ബിഷപ്പന്മാരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇക്കഴിഞ്ഞ ആഴ്ച പാമ്പ്ളാനി ബിഷപ്പ് പ്രസംഗിക്കുകയുണ്ടായി. തലശ്ശേരി രൂപതയിൽ മാത്രം 5000-നടുത്ത് 35 വയസ്സ് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാതെ കത്തോലിക്ക ചെക്കന്മാർ ഇളന്താളിച്ച് നിൽപ്പുണ്ടെന്ന്. ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ രൂപതകളിലും. നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നമുക്ക് വരും തലമുറയുടെ എണ്ണം വളരെ അപര്യാപ്തമാണ് എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കന്മാർ വിവാഹിതരാകുന്നില്ല എന്നുള്ളതാണ്. യുവാക്കന്മാർ വിവാഹിതരാകുന്നില്ല എന്ന് പറഞ്ഞാൽ തലശ്ശേരി രൂപതയിൽ തന്നെ ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പറ്റിയ പങ്കാളിയെ കിട്ടാത്തതായി 4200 പുരുഷന്മാരുണ്ട്. ഒരു 100-150 പെൺകുട്ടികളും കാണും. ബാക്കി ഈ 4200 പുരുഷന്മാരിൽ 4000 പേർക്കും പെണ്ണിനെ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവർ പലരും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. എനിക്ക് ഈ ബിഷപ്പന്മാരോട് ചോദിക്കുവാനുള്ളത്, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പെൺകുട്ടികൾ തുമ്പിക്കൈയുടെ തുമ്പ് വെട്ടിയ കാക്കാച്ചക്കന്മാരുടെ കൂടെ
ഓടിപ്പോകുന്നത് എന്നാണ്. മരിച്ച പെൺകുട്ടി അവളെ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും അവൻ്റെ പുറകെ പോയി. അവൻ പറഞ്ഞതെല്ലാം ചെയ്തു. അവൻ്റെ വീട്ടിലടക്കം പോയി. മതം മാറുവാൻ സമ്മതമെന്നും പറഞ്ഞ് ആദ്യം അവൻ്റെ പുറകെ നടന്നു. ഒടുവിൽ ജീവനൊടുക്കി. 21 വയസ്സ് പ്രായമുള്ളവൾ, പ്രായപൂർത്തിയായവൾ, വകതിരിവ് ഉണ്ടാകേണ്ടവൾ. നിങ്ങളുടെ പള്ളികളിൽ എത്രയൊക്കെ വർഗീയ വിഷം കുത്തിവെച്ചിട്ടും അവൾ എന്തുകൊണ്ട് ഒരു കാക്കാച്ചക്കൻ്റെ പിന്നാലെ പോയി? നിങ്ങളുടെ സഭകളിൽ ആയിരക്കണക്കിന് ചക്കന്മാർ പെണ്ണ് കിട്ടാതെ നിൽക്കുമ്പോൾ അവൾ എന്തുകൊണ്ട് ഒരു മുസ്ലിം ചക്കൻ്റെ പിന്നാലെ പോയി? സൺഡേ സ്കൂൾ, യുവജനവേദി, മാതൃവേദി, കരിസ്മാറ്റിക് ദാനം, പുറംതിരിഞ്ഞും ഉമ്മറം കാണിച്ചും കുനിഞ്ഞു നിന്നുമുള്ള കുർബാനകൾ, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പെൺപിള്ളേർ തുമ്പില്ലാ തുമ്പിക്കയ്യന്മാരെ തേടിപ്പോകുന്നെങ്കിൽ എൻ്റെ ബിഷപ്പന്മാരെ, നീയൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കാര്യമായി ഒന്ന് ചിന്തിക്കണം. പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന്. ഈ വിഷയത്തെ വെറുതെ വർഗീയവത്കരിക്കരുത്. ഇതിൽ പ്രതികരിക്കേണ്ടുന്ന ഒരു സഭയുണ്ട് ഇവിടെ. അവർ ആത്മനിയന്ത്രണം പാലിച്ചിരിക്കുകയാണ്. കാരണം അവർക്കറിയാം ഇതിൽ ഒരു മതമോ ജാതിയോ കലർത്തി ഇപ്പോൾ ഒരു വർഗീയ സ്ഫോടനം ഇവിടെ നടത്തേണ്ടുന്ന കാര്യമില്ല എന്ന്. അവർക്കില്ലാത്ത വേവലാതി നിങ്ങൾക്കെന്തിനാണ് കത്തോലിക്ക ബിഷപ്പന്മാരെ? അതുകൊണ്ട് കത്തോലിക്ക ബിഷപ്പന്മാരെ, നിങ്ങൾ കിണറ്റിലെടുത്തിട്ട ആ മടത്തിലമ്മമാരെ ഓർത്ത് വേവലാതിപ്പെടുവിൻ. നിങ്ങൾ മൂലം ആത്മഹത്യ ചെയ്ത നൂറുകണക്കിന് കുഞ്ഞാടുകളെ ഓർത്ത് നിങ്ങൾ കരയുവിൻ. പശുക്കൂട്ടിൽ കയറിയ നിനക്കൊക്കെ ഇനി അമറുവാനേ നിവൃത്തിയുള്ളൂ എന്നറിയാം. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ സത്യം മനസ്സിലാക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.